എവരിവൺ, ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. ഇവിടെ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു 6 ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. ഉരുളൻകിഴങ്ങ് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർത്ത് എടുക്കാവുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ എരിവ് കുറച്ചാണ് തയ്യാറാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ചീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ മുമ്പ് എടുത്ത് മാറ്റി വെച്ച ചീസാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉരുളൻകിഴങ്ങ് കുഴച്ചതെടുത്തിട്ട് കൈകൊണ്ട് തട്ടി ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് അതിനുള്ളിലേക്ക് ഈ ചീസ് ക്യൂബ്സ് വെച്ച് കൊടുക്കാം. സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഷേപ്പിൽ ആക്കിയെടുക്കുക. കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പച്ചമുളകും ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവേ. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ കോൺഫ്ലോറോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് നമുക്ക് കലക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ഈ പരുവത്തിൽ കലക്കിയെടുക്കുക. ഇത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്സ് ആണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് എടുക്കാം, അതല്ലെങ്കിൽ കോൺഫ്ലേക്സും എടുക്കാവുന്നതാണ്. ഇനി ഈ മാവിലേക്ക് മുക്കിയിട്ട് ഇത് നമുക്ക് ഓട്സിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ അതിനായിട്ട് എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സ്നാക്സ് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. പിന്നെ എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.